മെയിൻ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും ആ ടൈറ്റിൽ പറയുന്ന രീതിയൊക്കെ പൊളിയാണ് സംഭവം. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ വരെയും ഈ മെയിൻ ക്യാരക്ടറിന്റെ ഫുൾ ബിൽഡപ്പാണ്. ബിൽഡപ്പ് ചെയ്ത് എന്റെ പൊന്നോ, നമ്മങ്ങോട്ട് പൊങ്ങി തിയേറ്ററിന്റെ മുകളിൽ പോയി മുട്ടും. അമ്മാതിരി ബിൽഡപ്പാണ് ഈ മെയിൻ ക്യാരക്ടർ, അതായത് നമ്മുടെ ഗുമസ്തൻ. ഫസ്റ്റ് ഹാഫ് വരെയും നല്ല പൊളി സംഭവം, നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ തരുന്ന സംഭവം, എന്തെങ്കിലുമൊക്കെ സംഭവം ഇന്ന് നടക്കും എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫീല് തരില്ലേ, ആ ഒരു തരത്തിലുള്ള ബിൽഡപ്പും കാര്യങ്ങളും മൊത്തം പരിപാടികളും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. കാരണം അത്രയും നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കഥ കൊണ്ടുപോയിട്ട് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ മാരത്തെ ഒരു അവസ്ഥയിലാക്കി കളഞ്ഞു അവസാനം. കാരണം പടത്തിന്റെ പ്ലോട്ടും ക്യാരക്ടറും ഒക്കെ പൊളി, നല്ല ഒരു അടിപൊളി ക്രൈം ത്രില്ലറിനൊക്കെ ഉള്ള ഒരു വകുപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കാര്യങ്ങൾ 1, 2, 3 പറഞ്ഞ നിർത്തിയിട്ട് ഒരു ഹാഫ് കുക്ക് ബിരിയാണി കഴിച്ചൊരു ഫീൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു രീതിയിലുള്ള പരിപാടിയായി പോയി. ഇതിന്റെ ലീഡ് റോൾ ചെയ്ത പള്ളിപ്പാടൻ ജോസ്, പുള്ളി ഞാൻ അങ്ങനെ സൈഡ് റോളിലാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു മോഡിൽ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. എന്തായാലും പുള്ളി നല്ല രീതിയിൽ തന്നെ സംഭവം പിടിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റോറി സംതിങ് മിസ്സിങ് സംവെയർ. ഒരുപാട് സാധ്യതകളുള്ള ഒരു അടിപൊളി പടമാക്കായിരുന്നു. പക്ഷെ അവസാനം വന്നപ്പോൾ കാറ്റയച്ചു വിട്ട ബലൂണിന്റെ അവസ്ഥയായി പോയി സംഭവം. പിന്നെ വലിയ സ്റ്റാർ കാസ്റ്റ് സംഭവങ്ങളൊന്നുമില്ല. അവസാനം ഒരു ക്യാമിയോ ഉണ്ട്. പിന്നെ ഇടയിലിടയിൽ ഒരു കാര്യമില്ലെങ്കിലും കുറച്ച് സീനായിട്ട് നമ്മുടെ പോത്തനുണ്ട്, പിന്നെ ബിബിനുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിപ്പാടനാണ്. പടത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെയും ഗുമസ്തന്റെ ലീലാവിലാസങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു ക്യാരക്ടറാണ് പോലീസുകാരനായിട്ടുള്ള രാമേട്ടൻ. പുള്ളിന്റെ ക്യാരക്ടറിന്റെ ആംഗിളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ച്, ലൈക്ക് ബിരിയാണി ഇപ്പത്തരാ എന്ന് പറഞ്ഞിട്ട് അവസാനം കഞ്ഞി വിളമ്പിയൊരു അവസ്ഥ. അതാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എവിടെന്നോ ഇല്ലാത്തൊരു സ്റ്റോറിയും വന്ന്, പിന്നെ അതിന്റെ പുറകിലൊരു ക്രൈമും, പിന്നെ അത് 1, 2, 3 എന്ന് പറഞ്ഞ് പുള്ളി തന്നെ അങ്ങോട്ട് തീർത്ത് പരിപാടി. ആ ഒരു സമയത്ത് അതൊരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ് അത് പറയുന്നതെങ്കിൽ സംഭവം പിടച്ചാന. അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു ഈ മൂവിയിൽ. പക്ഷെ അത് മിസ്സായി പോയി സംഭവം. അതുകൊണ്ട് ഇപ്പോൾ അവസാനം കണ്ടു കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ഫീലാണ് എനിക്കുണ്ടായിരുന്നത് പേഴ്സണലി. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഇപ്പോൾ അഭിപ്രായം പറയാൻ പോലും ഒരു 10 പ്രാവശ്യം ആലോചിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതാണ് എൻ്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ അടുത്തൊരു ഇടിപെട്ട് പടമായിട്ട് വരാം. ടിൽ ദെൻ ബൈ.